മഹാഭാരതം സങ്കീർണമായ നൈതിക പ്രശ്നങ്ങളും ആധികാരികതകളും അവതരിപ്പിക്കുന്നു. മഹാഭാരതം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടിസ്ഥാനമാണ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രമ്യ രാധാറാം. ഇന്നത്തെ എഴുത്തുമുഖം പ്രോഗ്രാമിലൂടെ ലക്കി വൈറ്റോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആഗ്നേയം എന്ന പുസ്തകം രചിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ ശ്രീമതി അശ്വതി എസ് ദേവിയാണ്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ 18 വരിയിൽ മഹാഭാരത കഥാപാത്രങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നുള്ളതാണ്. ഇതിൽ 44 മനുഷ്യ കഥാപാത്രങ്ങളും 7 മനുഷ്യേതര കഥാപാത്രങ്ങളും ഉൾപ്പെടുന്നു. രചനയ്ക്കായി എഴുത്തുകാരി മാറ്റിവെച്ച സമയദൈർഘ്യത്തെ അർപ്പണബോധവും പ്രശംസനാവഹമാണ്. മഹാഭാരതത്തിലും ഭഗവത്ഗീതയിലും ആഴത്തിൽ ജ്ഞാനമുള്ള ആളാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ അശ്വതി എസ് ദേവി. എങ്കിലും 1 വർഷത്തോളം സമയമെടുത്ത് അതിനെ 18 വരിയിലേക്ക് ചിട്ടപ്പെടുത്തിയെടുക്കാനായിട്ട് ഒരുപാട് പഠനങ്ങൾ എഴുത്തുകാരിക്ക് വേണ്ടി വന്നു. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിലൊന്നായ മഹാഭാരതത്തെ അതിമനോഹരമായി കുഞ്ഞൻ കവിതാരൂപത്തിൽ ഒതുക്കിയിരിക്കുന്ന അത്ഭുതമാണ് അശ്വതി എസ് ദേവിയുടെ ആഗ്നേയം. പുരാണ കഥാപാത്രങ്ങളെ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി തരുന്ന മറ്റൊരു ഗ്രന്ഥം നമുക്ക് മുൻപിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആഗ്നേയം മലയാള സാഹിത്യ മേഖലയ്ക്ക് ഒരു സംഭാവന കൂടിയാണ്. നമസ്കാരം, ഞാൻ അശ്വതി എസ് ദേവി. എൻ്റെ ആദ്യ കവിതാ സമാഹാരമായ ആഗ്നേയം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ലക്കി വൈറ്റോൾ പബ്ലിക്കേഷൻസിലൂടെയാണ് എനിക്ക് അതിന് സാധ്യമായത്. മഹാഭാരതം അടിസ്ഥാനമാക്കി എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് തോന്നിയ 51 കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി എല്ലാ കഥാപാത്രങ്ങളെയും 18 വരിയിൽ ഉൾക്കൊള്ളിച്ച് കവിതാരൂപത്തിൽ ആവിഷ്കരിച്ച കൃതിയാണിത്. 51 കഥാപാത്രങ്ങളിൽ ഭഗവത്ഗീത, കവചകുണ്ടലങ്ങൾ, ചൂത് തുടങ്ങി 7 കഥാപാത്രങ്ങൾ മനുഷ്യേതര കഥാപാത്രങ്ങളായും മറ്റുള്ളവ 44 മനുഷ്യ കഥാപാത്രങ്ങളെയുമാണ് ഞാൻ ഇതിൽ 18 വരികളിലൂടെ കവിതാരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായി തോന്നിയത് എൻ്റെ പുസ്തകത്തിന് ആഗ്നേയത്തിന് അവതാരിക എഴുതിയത് ശിവഗിരി മഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജിയാണ്. അവതാരിക എഴുതാനായി സ്വാമിജിയെ സമീപിച്ചപ്പോൾ വളരെ പ്രോത്സാഹനപരമായ രീതിയാണ് സ്വാമിജി അവലംബിച്ചത്. മാത്രമല്ല, അതിനുചിതമായ വാക്കുകൾ കൊണ്ടും കൃത്യമായ സമയത്തിൽ തന്നെ സ്വാമിജി അത് പൂർത്തിയാക്കി തന്നു. അദ്ദേഹത്തിൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഇതിന് സമയം കണ്ടെത്തിയതിന് ഈ അവസരത്തിൽ സ്വാമിജിയോടും ഞാൻ നന്ദി പറയുന്നു. ആഗ്നേയത്തിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിന് എന്നെ ഏറ്റവും സഹായിച്ചത് ലക്കി വൈറ്റോൾ പബ്ലിക്കേഷൻസ് തന്നെയാണ്. കാരണം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തുടക്കം മുതൽ തന്നെ എനിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങൾ തരാനും ഇത്തരത്തിൽ ഒരു റെക്കോർഡിനായിട്ട് അപ്ലൈ ചെയ്യണമെന്നും ഇതൊക്കെയാണ് നടപടികളെന്നുമെല്ലാം എനിക്ക് മാർഗനിർദ്ദേശം നൽകിയതും ഇവർ തന്നെയാണ്.